ഓണം സീരീസിന്റെ 10ാമത്തെ ദിവസമാണിന്ന്. 10 ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഉത്രാടത്തിനന്നും തിരുവോണത്തിനന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതതിന്റെ പിറ്റേന്ന് ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്. ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പാച്ചിലൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റാണ്ടിരുന്നത്. അപ്പൊ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെപ്പോലൊരു സാധാരണക്കാരാണ്. സാധാരണക്കാരുടെ വീട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്രാട ദിവസത്തെ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ പൂക്കളം ഒരുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും സാൻവിയും കൂടെ അതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് അപ്പുറത്ത് വീശിട്ട പൂക്കളാണ്. അപ്പോൾ ലാലോടനാണ് വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകണം. വേറെ എവിടേക്കും അല്ല, എൻ്റെ വീട്ടിൽ. അപ്പൊ ഇന്നത്തെ ഓണം അവിടെയാണ്, അച്ഛൻ്റെ കൂടെയും അമ്മേൻ്റെ കൂടെയാണ്. വീട്ടിൽ വേറെ ആരുമില്ല. അപ്പൊ വസു രാവിലെ തന്നെ TV കാണൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചായക്ക് വെള്ളാപ്പവും വെള്ള ചിക്കൻ, അതായത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ ഇവിടെ പറയും വെള്ള ചിക്കൻ. ഇഷ്ടക്കറിയില്ലേ, അതിന്റെ വേറൊരു മോഡല്. അപ്പോൾ ഞാൻ വേഗം റെഡിയായി, ലാലോടനും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ടൗണിലെത്തി ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ട് ഏകദേശം ചോറിന്റെ സമയത്താണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. ഞങ്ങൾ നേരെ ഒന്ന് ഫാമിലിയിൽ പോയി. അവിടെ നിന്നെന്തോ ഓണപ്പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടാണുള്ളത്. അവിടുത്തെ പൂക്കളൊക്കെയാണിത്. അവിടുന്ന് ലാലോടിന് ഒരു ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ ഒന്ന് അൺലിമിറ്റഡിലേക്ക് പോയി. അവിടുന്നും എന്തൊരു സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. വീട്ടിലെത്തുന്നതിന് മുന്നേ ഞങ്ങൾ പിന്നെ പോയത് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രാത്രി ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ലാലോട്ടൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ പോകുമ്പോൾ തന്നെ കുറച്ച് പൂവങ്ങ് വാങ്ങിക്കാലോ എന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കിലോ കണക്കിനാണ് പൂ കിട്ടുക. അപ്പൊ അത് നമ്മൾ 3 പേരൊക്കെ എടുത്തിട്ടാണ് ഷെയർ ചെയ്തെടുത്തത്. നമുക്ക് കിലോ പൂവൊന്നും കിട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ. അപ്പൊ അതുകൊണ്ട് ലാലോട്ടനും വേറെ 2 പേരും കൂടെ ഷെയർ ചെയ്തെടുത്തതാണ് പൂക്കള്. അങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് അപ്പൊ അതാണ് ഈ കാണുന്നത്. അപ്പൊ ഇവര് 3 ഭാഗങ്ങളാക്കിയിട്ട് ഓരോരുത്തരുടെ ഭാഗങ്ങൾ ഓരോരുത്തർ കവറിലേക്ക് ആക്കുന്നതാണ്. ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. നല്ല രീതിയിൽ പൂ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് പൂക്കളായിരുന്നു. ഈ സ്ഥലം വരുന്നത് നമ്മുടെ പാറേമല സ്കൂളിന്റെ എല്ലാം ഇപ്പുറത്തെ സൈഡിലായിട്ട് വരും. അപ്പൊ അവിടുന്ന് അതൊക്കെ പാക്കാക്കി ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി. സമയം ഇതാ 1:40. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏകദേശം ആ ഒരു സമയമായിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടിയിൽ തന്നെ പൂവ് വെച്ച് കഴിഞ്ഞാൽ പൂവ് വാടിപ്പോകുന്നുള്ളത് കൊണ്ട് വണ്ടി ഇങ്ങ് റോഡിലിട്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വളക്കാനെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ അമ്മ നിങ്ങൾ വന്നതൊന്നും പറഞ്ഞില്ല, തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞെട്ടിയല്ലോ. അപ്പൊ അച്ഛനുണ്ട്, വസുവും അച്ഛനും ഒക്കെ കളിയാണ്. അപ്പോൾ ലാലോട്ടനിതാ പിന്നെ ഞാനൊന്ന് നടുനിവർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ചോറ് തിന്നേണ്ട സമയമായി. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പൊ ഇതാണ് ഓണസദ്യ. സദ്യ എന്നൊന്നും പറഞ്ഞൂടാ, മീനാണ് കൂടുതലുള്ളത്. അപ്പോൾ പച്ചക്കറി ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനോട്, കാരണം വേറെ ആരും തിന്നൊന്നുമില്ല. അപ്പൊ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ അതെല്ലാം നമുക്ക് വിളമ്പി തന്ന്. കുറെ ഫോട്ടോസെല്ലാം എടുക്കണം എന്ന് വിചാരിച്ചതിനും പക്ഷെ നേരം വൈകി അവിടെ എത്തിയത് കൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വേഗം ഭക്ഷണവും കഴിഞ്ഞ് അവിടുന്ന് വേഗം ഇങ്ങ് പോകുന്നു. നിന്നിനെന്ന് പറയാനില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഒന്ന് ചോറൊക്കെ തിന്നട്ടെ. ചോറ് നിന്നൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് കൂട്ടങ്ങാരത്ത് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ഓണത്തിനെല്ലാം കിട്ടുന്ന പരിപാടിയല്ലേ, അമ്മക്കും സാൻവിക്കെല്ലാം അതെല്ലാം ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്നാ പിന്നെ നമ്മളും പോവാന്ന് വിചാരിച്ച് ഞാനും ലാലോടിനും വിജീഷന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന്, വസുള്ളത് കൊണ്ട് ഈ പരിപാടിന്റെ ഇടക്കെല്ലാം പോയി കഴിഞ്ഞാൽ അലങ്കോലമാക്കി കളയും. അമ്മയും സാൻവിയും പരിപാടിന്റെ ഇടക്കുണ്ട്. ഇത് നമ്മളെ കൂട്ടങ്ങാരത്തെ ചേട്ടന്മാർ ഇഷ്ടിക കയ്യിലെ പിടിച്ചിട്ട് വെക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, അങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല, ദൂരെ നിന്ന് എടുത്തൊരു വീഡിയോ ആണിത്.
നമ്മളെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു സ്ഥലമാണ് കൂട്ടങ്ങാരം. എനിക്ക് എത്രയോ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണല്ലോ. ഇപ്പൊ പിന്നെ നമ്മൾ വീടെടുത്ത് താഴോട്ടേക്ക് താമസം മാറിയപ്പോ കുറച്ചുകൂടെ കൂട്ടങ്ങാരായിട്ട് അങ്ങ് വിട്ടുപോയി. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞേരം കൂടുതൽ വിട്ടുപോയി. അപ്പൊ പിന്നെ അവിടെ കമ്പവലി നടക്കുന്നുണ്ട്. പക്ഷെ ബസ്സിന്റെ ഉള്ളിൽ നിന്നല്ല ഇപ്പൊ ഈ കമ്പവലി കാണാനുള്ള ഒരു സൗകര്യം ഇല്ല. അപ്പോ അവിടുന്ന് കുറച്ച് വീഡിയോ എടുത്ത് നമ്മള് തിരിച്ചിങ് മാക്കൂലൊക്കെ തന്നെ പോന്ന്. പൂവ് രാവിലെ വാങ്ങിച്ചു വെച്ചോണ്ട് തന്നെ കാറിന്റെ ഉള്ളിൽ നിന്ന് അത് കുടുങ്ങി എന്തൊരു മണം വന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് വിരിച്ചു വെച്ച് വെള്ളമൊക്കെ കുടഞ്ഞു വെച്ച് നമ്മളെ പൂക്കൾ അതേനു രാവിലെ എന്തോ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിന് ശേഷം ഇന്ന് രാത്രി എല്ലാവർക്കും ഇവിടുന്നാണ് ഫുഡ്. അപ്പോൾ അമ്മനെയും വിളിച്ചിട്ടുണ്ടേനും. അപ്പോൾ പിള്ളേരെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പൂവിനെല്ലാം സെറ്റാക്കി വെക്കാൻ. ഇന്ന് തന്നെ പൂക്കളെ ഒരുക്കി വെക്കാന്ന് വിചാരിക്കുന്നത്. കാരണം രാവിലെ അമ്പലത്തിൽ പോകണം. അപ്പൊ രാവിലെ എണീച്ചിട്ട് ഇത് വരച്ചിതിട്ട് കഴിഞ്ഞാല് അമ്പലത്തിലെല്ലാം കൂടെ ഉച്ചപൂജക്ക് എത്തലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു നമുക്ക് ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഉറങ്ങാം. അമ്മയും അച്ഛനും ഞാനും കൂടെ എല്ലാം സെറ്റാക്കി വെച്ച് കളമൊക്കെ വരച്ച് വെച്ച് എന്നിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ രാത്രി വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.